ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. മലയാളത്തിൽ നിന്ന് വരാനിരിക്കുന്ന അടുത്ത മൾട്ടി സ്റ്റാർ ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ, മമ്മൂക്ക തുടങ്ങിയവരൊക്കെ അഭിനയിക്കുന്ന നയൻതാര നായകവേഷത്തിലെത്തുന്ന സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് സിനിമയുടെ 5ാമത്തെ ഷെഡ്യൂളിൽ ഇപ്പോഴത്തെ നയൻതാര കൂടി കൊച്ചിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണല്ലോ. അതിന്റെ ഒഫീഷ്യൽ വീഡിയോ എല്ലാം തന്നെ ഇതിനോടകം തന്നെ ആൻഡ്രി ജോസഫിന്റെ പ്രൊഡക്ഷൻ ഹൗസ് പുറത്തുവിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. സിനിമയുടെ കൊച്ചി ഷെഡ്യൂളിന് ശേഷമുള്ള അടുത്ത ഷെഡ്യൂൾ മുംബൈയിലായിരിക്കില്ല, ഡൽഹിയിലായിരിക്കുമെന്നൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. എന്തായാലും കാത്തിരിക്കൂ, സിനിമയുടെ തുടർന്നുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാം. മഹേഷ് നാരായണൻ സിനിമയ്ക്ക് പിന്നാലെ മലയാളത്തിൽ അടുത്തൊരു വമ്പൻ മൾട്ടി സ്റ്റാർ സിനിമ കൂടി അണിയറയിൽ ഒരുങ്ങുകയാണ്. അത് ലാലേട്ടൻ, മമ്മൂക്ക, ഒപ്പം തന്നെ പൃഥ്വിരാജ്, സുകുമാരൻ തുടങ്ങിയവർ അഭിനയിക്കുന്ന വൈശാഖ് സംവിധാനം ചെയ്യുന്ന സിനിമയായിരിക്കുമെന്നൊരു റൂമറാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ ഒരു ഘട്ടത്തിൽ അമ്മ സംഘടനയ്ക്ക് വേണ്ടി വമ്പൻ മൾട്ടി സ്റ്റാർ സിനിമയും വൈശാഖ് പ്ലാൻ ചെയ്തതാണ്. ആ പ്രോജക്റ്റ് തന്നെയാണോ ഇത് എന്നത് വ്യക്തതയല്ല. എന്തായാലും നിലവിൽ ഖലീഫ എന്ന സിനിമയുടെ അണിയറ പ്രവർത്തനങ്ങളിലാണ് വൈശാഖ്. ടർബോ ആണ് അവസാനമായിട്ട് വൈശാഖിന്റെ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമ. സൂര്യയുടെ അടുത്ത വലിയ പ്രതീക്ഷയോടെ ആരാധക ലോകം ഉറ്റുനോക്കുന്ന സിനിമയാണല്ലോ സൂര്യ നായകനെത്തുന്ന കാർത്തിക് സുബ്ബരാജ് സംവിധാനം ചെയ്തു വരാനിരിക്കുന്ന റെട്രോ. സിനിമയുടെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ ഫസ്റ്റ് സിംഗിൾ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം വാലന്റൈൻ ആഴ്ച പ്രമാണിച്ച് ഈ ആഴ്ച ഫെബ്രുവരി 13-ാം തീയതി കണ്ണാടി പൂവി എന്ന വരികളാൽ തുടങ്ങുന്ന സിനിമയിലെ ഫസ്റ്റ് സിംഗിൾ പുറത്തുവരും. മെയ് 1-ാം തീയതിയാണ് റെട്രോ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഈ വർഷം മുതൽ വീണ്ടും നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ സജീവമാകാനായിട്ട് ഒരുങ്ങുകയാണല്ലോ ദുൽഖർ സൽമാൻ. ദുൽഖറിന്റെ 3 മലയാളം കൺഫേം ആക്കപ്പെട്ട പ്രോജക്റ്റുകളെ കുറിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അതിലാദ്യത്തേത് അടുത്ത മാസം ഷൂട്ടിംഗ് ആരംഭിക്കാനായിട്ട് ഒരുങ്ങുന്ന ദുൽഖറിന്റെ 40ാമത്തെ സിനിമയാണ്. അത് നഹാസ് ഇതേത്താണ് സംവിധാനം ചെയ്യുന്നത്. ശേഷം ദുൽഖർ അഭിനയിക്കുന്ന മലയാളം സിനിമ അത് ഈ വർഷം തന്നെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്ന് നിലവിൽ പ്രതീക്ഷിക്കുന്ന സൗബിൻ ഷാഹിർ സംവിധാനം ചെയ്യുന്ന മലയാളം സിനിമയാണ്. അതിനുശേഷം സമീർ താഹിർ സംവിധാനം ചെയ്യുന്ന കലിക്ക് ശേഷമുള്ള ദുൽഖർ സിനിമ കൂടി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. നിലവിൽ ഈ 3 സിനിമകൾ ഉറപ്പാക്കപ്പെട്ടു എന്നാണ് വിവരം. ഇത് കൂടാതെ 3-ൽ പരം സംവിധായകരോടൊത്തുള്ള ദുൽഖർ സിനിമകളെ കുറിച്ചുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ കാത്തിരിക്കൂ, ദുൽഖറിന്റെ സിനിമകളുടെ കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾ കേട്ടാം.